15 മുതലുള്ളതായി വേദഭാഗം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 49 വേഴ്സസ് 15 and 16. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. Praise the Lord. Hallelujah. ഇന്ന് നമ്മൾ അല്പനേരം സംസാരിക്കുവാൻ തക്കവണ്ണം ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നതായ വിഷയം എഴുതി കാണിച്ചിരിക്കുന്നതാണ്. The God who never forgets his people. Hallelujah. തൻ്റെ ജനത്തെ ഒരിക്കലും മറക്കാത്ത ദൈവത്തെക്കുറിച്ചാണ് ഞാൻ അല്പസമയം നിങ്ങളോട് സംസാരിക്കാൻ തക്കവണ്ണം This താല്പര്യപ്പെടുന്നു. morning I want to bring your attention to the topic that we see in the slide deck, the God who never forgets his people. ഞാൻ ഇങ്ങനെ ഒരു കഥ കേൾക്കുവാൻ തക്കണം ഇടയാതെ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മേഡപ്പ് സ്റ്റോറി ആയിരിക്കാം. എനിവേ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. I have heard a story like this. ഒരു വൈഫ് തൻ്റെ നമ്മുടെ വീട്ടിൽ നടന്ന കാര്യമല്ല കേട്ടോ, ഹസ്ബൻഡിനോട് പറയുകയാണ് സ്റ്റോറി ചെന്നിട്ട് ബ്രെഡും മുട്ടയും പാലും വാങ്ങിക്കൊണ്ട് വരുവാൻ. The wife asked the husband to buy bread, milk and the egg for as part of his shopping list. ഇദ്ദേഹം അല്പം കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. So after finishing his shopping, he came back his home. തൻ്റെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടായിരുന്നു. ആ ബാഗൊക്കെ തുറന്നു നോക്കിയപ്പം പറഞ്ഞയച്ച സാധനമല്ല അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നത് ഐസ്ക്രീമും കേക്കും അതുപോലെ സോഡയുമായിരുന്നു. So when the wife came and tried to open the bag, she could not find the list that she been asked him to buy. Instead, he bought ice cream and other things. Amen. അപ്പോൾ ഭാര്യ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന്. So the wife asked, why did you do this? അപ്പോൾ അദ്ദേഹം പറഞ്ഞതായ കാര്യം, ഞാൻ നീ തന്നു വിട്ടതായ ആ സ്ലിപ്പ് കാറിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. So his explanation was the shopping list that you give it to me, I've totally kept it inside the car. ഇത് മനുഷ്യൻ എന്നുള്ളതായ നിലയിൽ ഞാൻ അത് പറയുവാൻ തക്കവണ്ണം നമ്മൾ മറക്കുന്നവരാണ്, മറന്നു പോകുന്നവരാണ്. So as a human being, we do have the tendency that we are the people, we forget things. എന്നാൽ നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കാൻ പോകുന്നതായി വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ആളുകൾ മനുഷ്യരെ പോലെ മറക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ല. ആളുകൾ നാം ഒരു നാൾ എന്നെയും നിങ്ങളെയും ഒരു നാൾ മറക്കാത്ത ഒരു ദൈവത്തെ കുറിച്ചാണ് നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. As a human, we do forget things, but the good news is that we do have a God who never forget nor forsake us. ഇന്ന് വായിച്ച വേദഭാഗത്തിന്റെ കുറിവാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചത്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? So can a mother forget the baby at her breast? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? And have no compassion on the child she has born. അടുത്ത ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്, അവർ മറന്ന് കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. The word says, though she may forget, I will never forget. ഇവിടെ പറയുന്നതായ ഒരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ, സാധാരണ നിലയിൽ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ അമ്മ മറക്കുവാൻ തക്കവണ്ണം സാധ്യത കുറവാണ്. So as we know that it is not an easy, it's not common that a mother can forget the baby പക്ഷേ that she ഇന്ന് born. നാം വാർത്താ മീഡിയയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവൻ പ്രസവിച്ചതായ അമ്മ തന്നെ, സ്ത്രീ തന്നെ കുഞ്ഞിനോട് വളരെ ക്രൂരമായി പെരുമാറുന്നതും അതിനെ കൊന്നുകളയുന്നതും ഒക്കെ നമുക്കിപ്പോൾ കാണുവാൻ തക്കവണ്ണം കഴിയും. At the same time, we often hear the story that the mothers mistreating or abusing the child that she been born. എന്നാൽ ഞാൻ ഒന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ അനുഭവിക്കുന്നതായ വേദനാജനകമായ വികാരങ്ങളിൽ ഒന്നാണ് ഹല്ലേലൂയ മറന്നു പോകുന്നതായ ഒരു അവസ്ഥ. So it is the emotion that we all often come across in our life, that we forget things as a human. നമ്മുടേതായ സുഹൃത്തുക്കൾ, നമ്മുടെ സ്നേഹിതർ, നമ്മൾ ഒന്നിച്ചു വളർന്ന സഹോദരങ്ങൾ പോലും നമ്മെ മറന്നു പോകുവാൻ സാധ്യതയുണ്ട്. There are the chances that the brothers and the sisters or the friends that we are a close to relationship in the past, they may come to a point forget us. അപ്പോൾ മറവി എന്ന് പറയപ്പെടുന്നത് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വിശേഷിച്ച് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിൽ, നമ്മൾ കടന്നു പോകുന്നതായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവമേ അങ്ങുമങ്ങ് എന്നെ മറന്നുപോയോ? Painful, it is
is a painful situation when people forget us and forget things in our life, especially when we come into the presence of God with the prayers that we made unto God. If we don't see the response or the result of those prayers in our life, we also often ask God, God, do you really remembering me, or are you forgetting me in this situation? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? I believe that we all often ask these questions. കർത്താവേ, എന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നില്ലയോ? God, do you really hear my cry or pain? കർത്താവേ, എന്റെ പ്രശ്നം അവിടുന്ന് കാണുന്നില്ലയോ? Or you really sees the problem that I'm facing? കർത്താവേ, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുറവിളിയിടുന്നത്, കണ്ണുനീർ കണ്ണുനീർ വാർക്കുന്നത് അവിടുന്ന് കാണുന്നില്ലയോ എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ച് മടുത്ത് നിരാശപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ We ഉണ്ടാകാം. do all have come across the situations in our life, the groaning that we go, the tears that we shed in our life. We often ask God, are you really paying attention to this in my life? എന്നാൽ നമ്മൾ വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മാത്രമല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയപ്പെടുന്നതായി നിരവധി വ്യക്തിത്വങ്ങൾ, നിരവധി ആളുകൾ, ഹല്ലേലൂയ, ഇങ്ങനെയുള്ളതായ സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. The Bible teaches us very clearly that it is not just us, the people. The word of God tells us clearly that the people, those who went through their life, written in the book of the word of God, also went through the similar experience that you and I face on a daily basis. ആമേൻ. യോസേഫ് എത്ര വർഷങ്ങളാണ് ഹല്ലേലൂയ ജയിലിൽ കടക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അതായത് വിഷമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നത്. If you study the life of Joseph, he had to go through the years and years of experience in prison because of his obedience to the God. ഹന്ന എന്ന് പറയപ്പെടുന്നതായ സഹോദരി എത്ര വർഷമായിരുന്നു ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കേണ്ടി വന്നത്. If you study the life of Hannah, she has to go through years and years to receive the promise which God is promised in his life to receive. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തത്തിൽ എത്ര വർഷങ്ങളായിരുന്നു കാത്തിരിക്കേണ്ടി വന്നത്. The people of God were in the bondage of Egypt. They had to suffer and go through years and years of mistreatment by the Egyptians. അപ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം അവർ കടന്നു പോകുമ്പോൾ ദൈവം നിശബ്ദനായി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം എല്ലാം അതതിന്റെ സമയത്ത് കൃത്യമായി ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. At the same time, the God will not remain silent in those situations. In his due time, he will reveal his power. He will reveal his glory to the people, those who are facing challenges in their life, those who are cried out to him. In due time, he will bring answers to their cries. ആമേൻ. ദൈവത്തിൻ്റെതായ തിരുവെഴുത്ത് പറയുന്നതായ ഒരു കാര്യം, ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തന്റെ മക്കളെ ഒരു നാളും മറന്നു കളയുന്ന ദൈവമല്ല. Bible gives us the true confidence for us to cling on and on a daily basis that the promises are written in this word of God. It will apply to each and every one of us. ആമേൻ. ദൈവത്തിൻ്റെതായ സമയം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വ്യത്യസ്തത ഉള്ളതായിരിക്കാം, നാം ഉദ്ദേശിക്കുന്നതായ സമയത്തല്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം ഒരിക്കലും തന്റെ വിശ്വസ്തത മറന്നു കളയുന്ന ദൈവമല്ല. The time clock may not go along with the time we set on certain things, but remember the fact that God never leave nor forsake us. അപ്പോൾ ഒന്നാമത്തേതായ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, God remembers us in our waiting. നമ്മുടെ കാത്തിരിപ്പിൽ ദൈവം നമ്മെ ഓർക്കുന്നു എന്നുള്ളതാണ്. Point number 1 I want to remind you this morning is that the God remember us in our waiting. ആമേൻ. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? Can we go to book of Genesis chapter 8 verse 1? ആമേൻ. But God remembered Noah, all the wild animals, the livestock that were with him in the ark. He sent a wind over the earth and the waters receded. നമുക്കറിയാം ഇതിന്റെ കോൺട്രസ്റ്റ്, അതിൻ്റെതായ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. ഭൂതലത്തിൽ മൊത്തം വെള്ളപ്പൊക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. So we all know the story that the flood is happening
due to the rain in that world at that time. ദൈവഭക്തനായ അല്ലെങ്കിൽ നീതിമാനായ നോഹയും കുടുംബവും അതുപോലെ തന്നെ ദൈവം പറഞ്ഞതിനനുസരിച്ച് ജീവജാലങ്ങളെല്ലാം പെട്ടകത്തിനകത്ത് കയറിയിരിക്കുക. According to the instructions given by God Almighty, Noah along with the family and the wild animals and the creatures, they are inside the ark. ആമേൻ. ഹല്ലേലൂയ. വെള്ളം പൊങ്ങി, അതുപോലെ നാളുകൾ കഴിഞ്ഞു പോയി. ഹല്ലേലൂയ. ഇവര് പെട്ടകത്തിനകത്ത് ആമേൻ പെട്ടകത്തിൽ നിന്ന് വെളിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം കാത്തിരിക്കുകയാണ്. So here the people, those who are inside the ark, they are ready to come out of waiting, few days. അവർ അകത്തു കയറിയവർ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്നതായ പുതിയ വഴിയിലൂടെ കടന്നു പോകണമെന്നുള്ളതായ നിലയിൽ ഒരു കാത്തിരിപ്പിന്റെ ദിനങ്ങളിലൂടെയാണ് അവർ കടന്നു So the പോകുന്നത്. people are waiting patiently. Those who are inside the ark, they want to eagerly come out of the ark. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നാം ജോലിക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് ക്ലോക്ക് ഔട്ട് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ കാത്തു നിൽക്കുകയാണെങ്കിൽ അവസാനത്തെ 5 മിനിറ്റ് 12 മണിക്കൂറിനേക്കാളും കൂടുതലായിട്ട് ദൈർഘ്യത ഉള്ളതായിട്ട് നമുക്ക് തോന്നും. Those who are working in a work environment, if you have a time punch out system in your place, the last few minutes are so hard to pass by. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? Do you ever feel that way? നമ്മൾ 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് അവസാനം 55 എന്ന് ഒന്ന് 00 ആകാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വെളിയിൽ പോകണമുള്ള വ്യഗ്രതയാണ് എൻ്റെ കാരണം. Because it is usually test your patience when you come approaching to the last minute to check out from your workplace. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ അല്ലെങ്കിൽ ഏറ്റവും വിഷമം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാത്തിരിക്കുന്ന ഒരു കാര്യം. It is not easy for anyone to be patient enough to wait for certain ഞാൻ things. പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. The problem, we want to see the resolution and the waiting to receive the resolution. നമ്മുടെ രോഗം അല്ലെങ്കിൽ സൗഖ്യമാകുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്നത്. Waiting that we have in our life to see the deliverance from the sickness that we carry. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം പ്രാപിക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്നത്. The waiting that we have to wait to receive the solution to the problem. അവൻ ജോലിയില്ലാത്തവർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. The people, those who are unemployed, waiting to get a job. അവൻ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവർ വാഗ്ദത്തത്തിൻ്റെതായ നിവൃത്തീകരണത്തിന് വേണ്ടി The കാത്തിരിക്കുന്നത്. people, those who receive the promises, waiting patiently to see the fulfillment of those promises. എന്നാൽ ദൈവത്തിന്റെ വചനം കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ ഒരു കാര്യമെന്ന് ചോദിച്ചാൽ, കാത്തിരിപ്പിന് ദൈർഘ്യത ഉണ്ടെങ്കിലും അതിൻ്റെതായ അവസാനം ദൈവത്താൽ ഹല്ലേലൂയ അതിന് ഒരു മറുപടി ലഭിക്കുമെന്നുള്ളതാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. And the word of God teaches us very clearly that even though we feel it's a lengthy waiting to see some deliverance in our life, God is faithful enough to bring that fulfillment. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്ത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ൽ വായിക്കുന്നത്, ദൈവം നോഹയെ ഹല്ലേലൂയ ഓർത്തു എന്നാണ് പ്രത്യേകാൽ എഴുതി വയ്ച്ചിരിക്കുന്നത്. The book of Genesis chapter 8, it says that but God remembered Noah and all his animals. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, എന്റെയും നിങ്ങളുടെയും പേര് ഓർത്ത് നിങ്ങളെ പേര് ചൊല്ലി നിങ്ങളെ ഓർക്കുന്ന ഒരു സർവശക്തനായ ഒരു നല്ല ഇടയനായ ദൈവത്തിന്റെ അടുക്കലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. Dear brothers and sisters, remember that when you or I sit in the presence of God, we are here waiting in the presence of God, the Lord who remember us in our state. ആമേൻ. ഈ കാത്തിരിപ്പ് എന്ന് പറയപ്പെടുന്നത് ഒരു ഉപേക്ഷയല്ല. ഇതിനു പുറകിൽ നമ്മൾ അറിയാത്തതായ പ്രതലങ്ങളിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതായ ആമേൻ ഒരു ഉറപ്പെന്നുള്ളത് നാം വിശ്വാസത്തിൽ മനസ്സിലാക്കണം. In faith, we need to understand when we wait patiently, it is not an ignorance from God. God is working behind the scene to bring his fulfillment into our life. ആമേൻ. പ്രത്യേകം ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുന്നു. ഒരു സീഡ് കൊണ്ടുവന്ന് നമ്മൾ മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ ഇന്നിട്ട ആ വിത്ത് നാളെ കിളിക്കുവാൻ തക്കവണ്ണം യാതൊരു സാധ്യതയുമില്ല സാധാരണ നിലയിൽ. When you put a seed in a soil,
cannot expect a sprout coming out of that seed Ah, all of a sudden. സാധാരണ ഒരു ചക്കക്കുരു കൊണ്ടുവന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ അത് ചിലപ്പോൾ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും അത് കിളിർത്ത് വരുന്നത്. Some of the seeds may take days and months to come out of that the leaf or the plant coming out of the seed. എന്താ കുഞ്ഞുങ്ങളാണ് കൊണ്ടുവന്ന് അത് മണ്ണിലേക്ക് ഇട്ടെങ്കിൽ അവർ നാളെ ചെന്നിട്ട് അത് കഴിച്ചു, അതായത് പൊക്കിയെടുത്ത് അത് മണ്ണ് മാറ്റിയിട്ട് നോക്കി ഇതിന് വേര് വന്നു. Some little children, when they start sowing the seed, they're trying to pull the seed out and look to make sure it is sprouting out. പക്ഷേ ഇത് മണ്ണിലായിരിക്കുന്നിടത്തോളം കാലം ഈ മണ്ണിനകത്ത് ഞാനും നിങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ചില പ്രക്രിയകൾ ഇതിനടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. The reason it takes time when the seed is in the soil, it is going through a process for days and months to make a life coming out of that seed. അതിൻ്റെതായ സമയം കഴിയുമ്പോൾ തക്ക സമയത്ത് അതിന്റെ മുള പൊട്ടിപ്പുറപ്പെടുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം കഴിയും. But at the same time, if you're waiting patiently to come out of the life out of that seed, you're going to see the plant is coming out of that seed that you planted. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, നാം കാത്തിരിക്കുന്ന സമയത്ത് ഒന്നും നടക്കുന്നില്ല, ഒന്നും കാണുന്നില്ല, മുളയൊന്നും കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ, എന്ന് ചിന്തിച്ചാൽ ദൈവം നിങ്ങളെ മറന്നുപോയെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. The same way, if you don't see the response to the prayer or any situation that you're facing right now, if you don't see the result right away, you remember that fact that God is working behind the scene to fulfill his promises into your life. എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാത്തതായ മേഖലകളിൽ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത മേഖലകളിൽ എനിക്ക് വേണ്ടി ബിഹൈൻഡ് ദ കർട്ടൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നുവെന്ന് എത്ര പേർക്ക് വിശ്വസിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you have the faith and believe that even though you don't see the result right away, but God is still working behind the scene to bring his deliverance into our life? ദൈവജനമേ, ഞാൻ ഇന്ന് പൽക്കാലം ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, എന്റെ ദൈവം നിങ്ങളെ മറന്നു കളഞ്ഞതല്ല, നിങ്ങൾക്ക് വേണ്ടി അവൻ ശ്രേഷ്ഠമായത് നൽകുവാൻ തക്കവണ്ണം അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. So let me remind you that God is not ignoring you or waiting to see the result, but God is working behind the scene to bring his fulfillment into his life, into your life. ഇച്ചിരി വെള്ളം കൊണ്ടു കൊടുക്കാമോ പുള്ളിക്ക്? ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്, God remembers our tears. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരിനെ ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Point number 2, the God remember our tears. ഹല്ലേലൂയ. നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56:8. 56 സങ്കീർത്തനം 8 വാക്യം. ആമേൻ. നീ എൻ്റെ ഉഴച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? Record my lament, list my tears on your scroll, are they not in your record? ആമേൻ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ദൈവം. So point number 2, the Lord remember our tears. നമ്മളെല്ലാവരും ഒന്നില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാരങ്ങളാൽ, കണ്ണുനീരിന്റെ അവസ്ഥകളാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ സമാനമായ സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നവരാണ്. We all as a human being, we go through similar situation in a painful, tearful situations on our common life. നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ കടന്നു വരുമ്പോൾ, When we face disappointments in our life, നമ്മുടെ ജീവിതത്തിൽ ദുഃഖം കടന്നു വരുമ്പോൾ, the griefs that attack us in our life, കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ ഏകാന്തത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, isolations and loneliness been happening in our life, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഹല്ലേലൂയ ഒഴുകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. it is our experience that the tears will automatically come out of us because എന്നാൽ of the pain. ദൈവത്തിന്റെ വചനം ഇവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഞാൻ ഇന്ന് പൽക്കാലം ഓർപ്പിക്കുന്നത്. This is what the Bible says, that's what I want to remind
you this morning. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഉഴച്ചകളെ എണ്ണുന്ന ദൈവമാണ്. The God, He will record each and every afflictions and the lament that you go ദൈവം through. നമ്മുടെ ഓരോ കണ്ണുനീരും പ്രത്യേകാൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, കരഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സങ്കടം അറിയിക്കുമ്പോൾ, നിങ്ങളുടെ കണ്ണുനീർ, ഹല്ലേലൂയ, കർത്താവ് പറയുന്നത് ദൈവം തന്റെ തുരുത്തിയിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. The Bible says that not only that, when you and I go through the tears, the cries that we make ourselves, God is collecting and preserving those tears in His jar. ഹല്ലേലൂയ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ കരയുന്നത് ഒരിക്കലും വൃഥാവാകുന്നില്ല, നിഷ്ഫലമായി മാറുന്നില്ല. അതിനെല്ലാം ദൈവം വേണ്ടുന്നതായ നിലയിൽ വില കൽപ്പിച്ചിട്ട് തക്ക സമയത്തിന് ഒന്നിനു പുറകെ ഒന്നായി എണ്ണി എണ്ണി, ഹല്ലേലൂയ, മറുപടി നൽകുന്ന ഒരു ദൈവമാണ്. അതിന് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. The God whom we serve, He never ignore or neglect the cries, but He will bring deliverance and answers to each and every tears that you shed from your life. God is going to bring His deliverance into our life. ഹന്നയെ കുറിച്ച് വായിക്കുമ്പോൾ, ഹന്ന എത്രയോ വർഷങ്ങളായിരുന്നു കുഞ്ഞുങ്ങളില്ലാതെ, ഹല്ലേലൂയ, കണ്ണുനീർ ഒലിച്ചത്, അതായത് വീഴ്ത്തിയത്. So when we study the life of Hannah, years and years she was eagerly crying in the presence of God to receive a boy in her life. നമ്മൾ പ്രത്യേക ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ഒരു സന്ദർഭത്തിൽ അവൾ ദേവാലയത്തിൽ കടന്നു വന്നിട്ട് അതിദുഃഖത്തോടുകൂടെ കരയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ കരച്ചിലിനെ, ഹല്ലേലൂയ, അന്ന്, ഹല്ലേലൂയ, ഏലി അത് തെറ്റിദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. So when we read the book of Samuel, we can see that Hannah, with her cry, went into the temple and shedding her tears in the presence of God. At the same time, the priests were misunderstanding what the pain that she was going through. എന്നാൽ എനിക്കിന്ന് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹന്നായുടേതായ ദേവാലയത്തിലെ പ്രയർ, ആ പ്രാർത്ഥന നിഷ്ഫലമായിരുന്നില്ല. ഹല്ലേലൂയ, അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഒരു ശമൂവേലിനെ, ഹല്ലേലൂയ, ദൈവം കൊടുത്തു. ഹല്ലേലൂയ, ആ ശമൂവേൽ, ഹല്ലേലൂയ, പിന്നെ, ഹല്ലേലൂയ, വേദപുസ്തകത്തിലെ ഒരു ലീഡിംഗ് ക്യാരക്ടറായി തീർന്നത് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന കാര്യമാണ്. The Bible also explains us very clearly that those tears Hannah was shed in the presence of God, it was not in vain, but later on God saw her tears and brought a boy. We become the prophet to the priest to the Israel in the later years. ഞാൻ പെട്ടെന്ന് പോകട്ടെ, അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഹല്ലേലൂയ, God remembers His promises. ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ ഓർക്കുന്ന ദൈവമാണ്. Point number 3, God remember His promises towards us. ഹല്ലേലൂയ. അവിടെ നമ്മൾ പ്രത്യേകിച്ച് സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 23:19 വാക്യം ഞാൻ തന്നെ വായിക്കാം. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ എന്നാണ് വായിക്കുന്നത്. The Bible says in the book of Numbers that He is not a man that make a false statement. If He promises, He is able to fulfill what He promised. എന്നോട് നിങ്ങളോട് വാഗ്ദത്തങ്ങൾ ചെയ്യുന്നത് പലരും പലപ്പോഴും മറന്നു പോകുന്നവരാണ്. People make a commitment and promises, they commonly forget those promises. അവർ, ഹല്ലേലൂയ, നമ്മളോട് ഇന്ന കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞതല്ലാതെ മറ്റൊന്നും ചെയ്യാത്തതായി അനേക പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും പരിചയമുണ്ട്. We are quite common to experience similar situations in our life, even though people have the desire to make that commitment, but they are forget and ignore those commitments that they made. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്താൽ, ഹല്ലേലൂയ, ആ വാഗ്ദത്തം മറികടക്കുവാൻ എന്നെയും നിങ്ങളെയും പോലെ ദൈവം മനുഷ്യനല്ല. ദൈവം നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് അവൻ നിറവേറ്റിയിരിക്കും, അതിന് സംശയമേ വേണ്ട. You don't need to doubt when God make His promises towards us.
He is not a man to change his word. He will bring into fulfillment in his time. ഹല്ലേലൂയ. അബ്രഹാമിന്റെയും സാറായുടെയും ജീവിതത്തിൽ കർത്താവ് ഒരു മകനെ നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തു. പക്ഷേങ്കിൽ അവർ വർഷങ്ങളോളം കാത്തിരുന്നതിന്റെ അവസാനം അവർക്ക് ഹല്ലേലൂയ വാഗ്ദത്തം എന്ന് പറയപ്പെടുന്ന ഇസഹാക്കിനെ അവരുടെ ജീവിതത്തിൽ കർത്താവ് ദാനം ചെയ്തു. When we study the life of Abraham and Sarah, they had to wait longer years to see the fulfillment of God's promise. But later on, God in his time, he made it happen, and we can see that Isaac come out of that promise. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് വീണ്ടും കടന്നു പോകട്ടെ. ഹല്ലേലൂയ. അടുത്ത പോയിന്റ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് God remembers us to bless us. നമ്മെ അനുഗ്രഹിക്കാനായി നമ്മെ ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Therefore, the God remember us to bless us in his time. 115 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 12ഉം 13ഉം വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. When we come to the Psalm 115, verse 12 and 13, the Lord remember us and bless us. He will bless the house of Israel. He will bless the house of Aaron. He will bless those who fear the Lord, small and great alike. അതെ, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. Praise the Lord. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പറയാമോ? Can we say that? The Lord remember us. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. The Lord remembers us. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you have that confidence? ദൈവം എന്നെ ഓർത്തിരിക്കുന്നു. God is remembering me. ദൈവം എന്റെ പ്രാർത്ഥന ഓർത്തിരിക്കുന്നു. God remember my prayers. ദൈവം എന്റേതായ അവസ്ഥ ഓർത്തിരിക്കുന്നു. God knows and remember my situation. എന്റെ ദൈവം എന്റെ സാഹചര്യത്തെ ഓർത്തിരിക്കുന്നു. He understand and he are aware about the circumstances that I അവിടെ face. പറയുന്നത് അവൻ നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവൻ നമ്മുടെ ഗ്രഹത്തെ ഹല്ലേലൂയ അനുഗ്രഹിക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന The ദൈവം. Bible says that he will bless those who fear the Lord, small and the great alike. ഹല്ലേലൂയ. ഇന്ന് പൽക്കാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ അവർ 100 വർഷങ്ങൾ 430 വർഷമാണ് നമ്മൾ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ മിസ്രൈമിലായിരുന്നത്. എന്നാൽ ദൈവം അവരെ ഓർത്തു. അവർക്ക് വേണ്ടി ഒരു മോശയെ ഹല്ലേലൂയ എഴുന്നേൽപ്പിച്ചത് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. Bible teaches us very clearly that even though hundreds and hundreds of years the people of God were in captivity in Egypt under the bondage of Pharaoh, but in due time God raised a man Moses to bring out of the captivity into the promised land. ദൈവജനമേ, ഇന്ന് പൽക്കാലം ഞാൻ പറഞ്ഞതായ എല്ലാ പോയിന്റും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മെ ഓർക്കുന്ന ദൈവം. All these points collectively reminding us that the God whom we serve, he never forgets. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ല, സമയമില്ലല്ലോ. എന്നാൽ ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മെ ഓർക്കുന്ന ഒരു ദൈവം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവം, നമ്മുടെ ദുഃഖത്തിൽ നമ്മെ ഓർക്കുന്ന ദൈവം, നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മെ ഓർക്കുന്ന ദൈവം. ഒരിക്കലും ഒരു നാളും അവൻ നമ്മെ മറക്കുന്ന ദൈവമല്ല. God whom we serve, he remembers us in our lowest stage. In our petty situations, he will remember us. He never forsake us nor leave us alone. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ ഓർക്കുന്നു എന്നുള്ളതായ വിശ്വാസത്തോടെ നമ്മുടെ മരുഭൂമി യാത്ര ഓടിത്തികയ്ക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ May God അനുഗ്രഹിക്കും. help us. Let's continue to have the trust and faith in God that the God always remember us. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ സമയത്ത് ആമേൻ വളരെ പ്രാർത്ഥനയോടെ ഭക്തിയോടെ കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. അല്പസമയം കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. എല്ലാവരും തലകളെ മടക്കി ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.